സൂപ്പർ പടം. പണി അറിയാവുന്ന എടുത്ത എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ തരുൺ മൂർത്തി സാറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം അല്ല പ്രതീക്ഷിച്ചത്. സൗദി വെള്ളയ്ക്ക് ഓപ്പറേഷൻ ജാവ അതിൽ പൊടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മളെ പഴയ ലാലേട്ടൻ എങ്ങനെ, പഴയ ലാലേട്ടനെ എന്നല്ല, തേച്ച് ഉനിക്കെന്നും പറയാൻ പറ്റില്ല. മോഹൻലാൽ സംഭവം, ലാലേട്ടൻ സംഭവം എങ്ങനെയാ സെറ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ രോമാഞ്ചം എഴുതിയിട്ട് രോമാഞ്ചം സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ സ്പോയിലേഴ്സ് ഇറക്കരുത്. അടിപൊളിയായിട്ട് ഫ്രെയിം ആണെങ്കിൽ ആക്ടിങ് ഇത് നിൽക്കില്ല 100 കോടിക്ക് മേലെ പോകും. അതിന് മോള് പോകും. നമുക്ക് പറഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി കൂടെ ഇനി കയറാം. അതിന്റെയൊക്കെ ലൂസിഫർ എന്ന് പറയുമ്പോൾ നമ്മള് എമ്പുരാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഡിഫറൻസ് ആണ്. മറ്റേ മാസ് ടൈപ്പിൽ അവരെടുത്ത് വെച്ചത് അത് ക്ലാസ് മാസാണ്. പക്ഷെ അതില് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. സത്യം ഇതുപോലെ ലാലേട്ടൻ പറഞ്ഞാൽ അത് എല്ലാവരും, ലാലേട്ടൻ മാത്രമല്ല അഭിനയിച്ച എല്ലാവരും നല്ല കിട്ടലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനല്ല, സ്പോയിലർ നമ്മളെ ഇറക്കാൻ താല്പര്യമില്ല. നമ്മൾ വില്ലൻ റോൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് ക്ലാസ് ആണ്. അതുപോലെ തരുൺമൂർത്തി സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ഡ്രാമയാണ്. അത് ആ ടൈപ്പിൽ എടുത്തു കഴിഞ്ഞിട്ടല്ലോ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഗംഭീരമാണ്. സത്യം പറഞ്ഞാൽ അത് പണ്ട് എങ്ങനെയാണോ കിട്ടു എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ വരുന്ന പണ്ടത്തെ ശോഭന പോലെ കണ്ടിന്യൂഷൻ അവരെന്ന് പറഞ്ഞ അവരുടെ പ്രസന്റേഷൻ അതൊക്കെ അടിപൊളിയാണ്. ശോഭനാമിന്റെ ഒക്കെ ചില സ്ഥലത്തുള്ളതൊക്കെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ചില സമയത്തൊക്കെ കൊടുക്കുന്ന ജസ്റ്റ് കണ്ണുകൾ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ജസ്റ്റ് കൊടുക്കുന്ന ഒരു കണ്ണിന്റെ റിയാക്ഷൻ പോലും നല്ല അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നു. തുടക്കം മുതൽ എല്ലാം വളരെ അടിപൊളിയാക്കി എടുക്കാം അവർക്ക്. അമ്മാരി ക്രിയേഷൻ ആണ്. ചെറിയ ചിത്രം ലോ ഹൈപ്പിൽ ഇറങ്ങിയ ഒരു പടമാണ്. അത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റാൻ പോകുന്ന അടുത്ത പടമാണ്. അത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കുറ്റം പറഞ്ഞു ഇറങ്ങിയതേ ഇല്ല. എല്ലാവർക്കും ബ്രേക്ക് ആണ്. അടി പറഞ്ഞ പോലെ മടലെടുത്ത് അടിക്കണ പോലെ ഒരു അടിയാണ്. അമ്മാതിരി അടിയായിരിക്കും അഭിനയത്തിന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ സീൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് അമ്മാതി പെർഫെക്ഷനോട് കൂടിയാ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ കൊണ്ടുപോയി ഹൈ ലെവലിലോട്ട് ആ പടത്തിനെ അറിയാം. ഓരോ ആക്ടേഴ്സിനെ എവിടെ പിക്ക് ചെയ്യണം. ആളങ്ങനെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. നല്ല പക്കായിട്ട് നമ്മൾ ഒരു പിരമിഡ് ഉണ്ടാക്കുന്ന പോലെ ഓരോ ആക്ടേഴ്സിനെ എവിടെ കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും എങ്ങനെ കാണാൻ ശ്രമിക്കുന്നു ആ സാധനം ഒരു രോമാഞ്ചം. എന്റെ മോനെ ഒരു രക്ഷയില്ല. ചില സീൻസ് ഒക്കെ മോനെ ബാക്ക് പോർഷനൊക്കെ കാണിക്കുന്ന സാധനം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എമോഷൻ സീൻസ് ആണെങ്കിലും അതുപോലെ കൂടുതൽ പറയാൻ പറ്റത്തില്ല. ക്ലൈമാക്സ് ഷോട്ട് കാര്യങ്ങളൊക്കെ വരുന്നിടത്തേക്കൊക്കെ കിട്ടാണ് സീറ്റ് അടിച്ച് പോലെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകും. കിട്ടുവാണ്. ഒരു രക്ഷയില്ല. പണ്ട് എങ്ങനെയാണോ അതുപോലെ നല്ല സിനിമയായിരുന്നു. വളരെ മോഹൻലാലിന്റെ നടനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ലൂസിഫറിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന് മുമ്പ് എമ്പുരാനിലൊക്കെ ആണെങ്കിലും മറ്റേ സ്റ്റാർഡോം ആണെങ്കിലും ഇതിൽ ഒരുപാട് ആദ്യമുള്ള റെഫറൻസ് ഉണ്ട്. ആ നായകന്റെ അഭിനയം, മോഹൻലാലിന്റെ ആ നടന വിസ്മയം എന്നുള്ള സാധനം ഇതിലാണ് ശരിക്കും വന്നേക്കുന്നത്. പിന്നെ ഒരുപാട് ഇപ്പൊ ഫൈറ്റ് ഇതിലൊക്കെ ആണെങ്കിലും നമുക്ക് ഓരോ സിനിമകളുടെ സാധനങ്ങൾ അവിടെ ഇവിടെ അടിക്കും. ഇപ്പൊ ഒപ്പം അല്ലെങ്കിൽ പുലിയൂരിന്റെ സാധനം എല്ലാം, പക്ഷെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ആക്ഷൻസും എല്ലാം കൊള്ളായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ എൻഡിങ് ആണെങ്കിലും അത് നമുക്ക് കിരീടമൊക്കെ ഓർമ്മ വരുന്നത് ട്രാജിക് എൻഡിങ് ആണ്. നമ്മൾ ഹാപ്പി എൻഡിങ് ആയിട്ട് അങ്ങനെയും അല്ല. തുടങ്ങുമ്പോൾ ബ്രൈറ്റ് ആയിട്ട് തുടങ്ങി ത്രൂട്ട് നമ്മൾ പിടിച്ചിരുത്തിയാവുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ ജാവയുടെ ഈ സൗദി വെള്ളക്കാരൻ ഡയറക്ടറാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ജാവ ഭയങ്കര ത്രില്ലിങ്ങും ഇയാൾക്ക് പണി അറിയാം നല്ലോണം. അപ്പൊ ക്രാഫ്റ്റ് സാധനങ്ങൾ ഇപ്പൊ ദുരഭിമാനക്കൊലയുടെ ഒരു മെസ്സേജ് നമ്മൾ തീർക്കുന്നത്. മെസ്സേജ് എന്നല്ല, ആ സോഷ്യൽ ഇഷ്യൂസും സൗദി വെള്ളക്കാരൻ ഡയറക്ടറാണ്. അപ്പൊ ഈ പൊളിറ്റിക് ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തും പിന്നെ മറ്റേ ബിനു പപ്പു പിന്നെ വില്ലൻ പുള്ളിയുടെയൊക്കെ പെർഫോമൻസ് വളരെ അടിപൊളിയാണ്. വില്ലന്റെ എല്ലാവരുടെ ഇമ്പാക്ട് വളരെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയാം. കാരണം തന്മാത്രക്ക് ശേഷമുള്ള മോഹൻലാലിനെ കരയുന്ന അതെ ആ ഷവറിന്റെ ഇടയിൽ കിടന്ന് കരയുന്ന സീനൊക്കെ ഉണ്ട്. മകൻ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള അയാളെ ഇനി അങ്ങനെ കാണുന്ന ഞാൻ വിചാരിച്ചില്ല. മോഹൻലാലിന്റെ പരിപാടി കഴിഞ്ഞു എന്നൊക്കെ തന്നെ എനിക്ക് അങ്ങനെയല്ല, മോഹൻലാലിനെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അപ്പൊ അത് പുള്ളി എനിക്ക് തോന്നുന്നു ആ എന്തൂസിയാസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും. ആക്ഷനൊക്കെ ആണെങ്കിലും ആളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ചെയ്യണം എന്നുള്ള സാധനം വാശിയിലാണത്. കണ്ണുകളിലൊക്കെ ആണെങ്കിലൊക്കെ കാണാം.